ക്രിസ്റ്റഫർ നോളന് എനിക്ക് തോന്നുന്നു വിജയ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് അയാൾക്കാണ്. 3 പടങ്ങളും നല്ല പടങ്ങളാണ്. വൺ ഈസ് ഐ ആം ഗെയിം ദുൽഖറിൻ്റെ, മറ്റേത് ഖലീഫ പൃഥ്വിരാജിൻ്റെ, മറ്റേത് ബത്ലഹേം കുടുംബ യൂണിറ്റ് നിവിൻ പോളിയുടെ. ആയിട്ട് വന്നൊരു ഹിറ്റ് അടിക്കാൻ ചാൻസ് ഉണ്ടോ? ചാൻസ് ഉണ്ട്, വളരെ ചാൻസ് ഉണ്ട്. കാരണം 2 ആക്ഷൻ ജോണർ തമ്മിൽ തല്ലു പിടിക്കുമ്പോൾ അതിൻ്റെ സൈഡിലിരിക്കുന്ന ഫാമിലിക്ക് ആൾ വരാൻ ചാൻസ് ഉണ്ട്. കഴിഞ്ഞ 2 കൊല്ലം എടുത്താൽ തന്നെ കൂടുതലും ഹിറ്റ്സ് വന്നിരിക്കുന്നത് ചെറിയ സിനിമയില്ല. സ്പൈഡർമാൻ്റെ ഓപ്പണിംഗ് അടിപൊളിയായിരിക്കും. ടോക്സിക്കിന് നല്ലൊരു ഓപ്പണിംഗ് വരാനുള്ള എല്ലാ സാധ്യതകളും. പക്ഷേ ഇപ്പോഴത്തെ ആ ഡേറ്റ് വെച്ച് നോക്കുമ്പോൾ സ്ക്രീൻ കൗണ്ട് വളരെ കുറവായിരിക്കും. ദൃശ്യം 3-നൊരു നല്ല ഒരു ഇതുണ്ടായിരുന്നു, ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നു. അതിനനുസരിച്ചുള്ള കളക്ഷനും വന്നു. പിന്നെ മിക്സ്ഡ് റിവ്യൂസ് ഒക്കെ എല്ലാവർക്കും ഈ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടായത് കൊണ്ടായിരിക്കാം റിപ്പീറ്റ് വ്യൂയിങ് വാഴയ്ക്ക് വന്നു. അത് ഞങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. വാട്ട് വെന്റ് റോങ് ഫോർ പേട്രിയറ്റ് ഇതായിരിക്കും അത്. ദ സ്റ്റാർ പവർ വാസ് മോർ ദാൻ ദ കണ്ടന്റ്. പക്ഷെ ബ്ലാസ്റ്റ് ആണ് ആക്ച്വലി ഈ കൊല്ലത്തെ സർപ്രൈസ് ഹിറ്റ്. ദൃശ്യം 3യുടെ റിയാക്ഷൻ കണ്ടിട്ട് 4-നുള്ള സ്കോപ്പും ഉണ്ട്. 4 വന്നാൽ ആൾ വരും. അതിനോടി ആക്ച്വലി ഒരു ഷോക്കിംഗ് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കളക്ഷൻസ് സെക്കൻഡ് ഡേ മുതൽ അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഇപ്പോൾ ഒരു ഹൈപ്പ് ഉണ്ട്. അത് നല്ല സമയത്ത് അന്ന് വന്നിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു അത് കൂടുതൽ കളക്ഷൻ വന്നേനെ. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഡൈനാമിക്സ് എല്ലാം ചേഞ്ച് ചെയ്തു, പറയാൻ പറ്റില്ല. പക്ഷേ ഇറ്റ് വിൽ സ്റ്റിൽ ഗെറ്റ് എ ഗുഡ് ഇനീഷ്യൽ. ഷേണോയ്സ് തിയേറ്ററിൻ്റെ ഉടമയായ സുരേഷ് ഷേണോയാണെന്ന് റിപ്പോർട്ടർ ഫിലിംസിൽ നമ്മുടെ ഇപ്പോൾ. സാർ നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ 2024 നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 6 മാസത്തിനുള്ളിൽ ഒരുപാട് 100 കോടി ക്ലബ്ബുകളും ബാക്ക് ടു ബാക്ക് വലിയ ഹിറ്റുകൾ ഉണ്ടായ ഒരു സമയമായിരുന്നു. 25ഉം അതേ സമാനമായിട്ടുള്ള വലിയ ഹിറ്റുകൾ നമുക്കുണ്ടായി. 2026 വരുമ്പോൾ മലയാള സിനിമ ഈ 6 മാസം പിന്നിടുമ്പോൾ മലയാള സിനിമയുടെ ഒരു കണക്കുകളൊക്കെ എങ്ങനെയാണ്? ഒരു ഹിറ്റ് റേഷ്യോയും ബോക്സ് ഓഫീസ് കളക്ഷനൊക്കെ എങ്ങനെയാണ്? ഇപ്പോൾ 24-25 കമ്പയർ ചെയ്യുമ്പോൾ 26 കുറച്ച് സ്ലോ ആണെങ്കിലും ഏകദേശം അതിൻ്റെ ഒരു 75-80% കളക്ഷൻ ഇപ്പോൾ ഈ 6 മാസത്തിനുള്ളിൽ വന്നിട്ടുണ്ട്. കാരണം ഒരു ബിഗിനിങ് കുറച്ച് സ്ലോ ആയിരുന്നെങ്കിലും പിന്നെ ആട് വന്നു, ആട് 3, വാഴ വന്നു, വാഴ 2, ദൃശ്യം 3, ഈ 3 പടങ്ങൾ സൂപ്പർ ഹിറ്റ് ആയിരുന്നു. ഒരു വെക്കേഷൻ സീസണിലേക്ക് കയറി പോകുന്നു. അതെ ഓണായി. അതിപ്പോൾ പിന്നെ അതിന് മുമ്പും ചാത്തപ്പച്ചയും ഇതുമെല്ലാം വന്നപ്പോൾ കുറച്ചൊരു ഉണർവുണ്ടായിരുന്നു. എന്നാലും കഴിഞ്ഞ കൊല്ലത്തെക്കാളും അധികം ഡിഫറൻസ് ഉണ്ടാവില്ല. ഇപ്പം ഈ വർഷത്തെ 2026 ഒരു കാര്യം നോക്കുമ്പോൾ വലിയ സിനിമകൾ ഈ പറഞ്ഞ 100 കോടി ക്ലബ്ബുകളും വലിയ സിനിമകളും ഒരു സൈഡിൽ കൂടെ ഉണ്ടാകുമ്പോൾ തന്നെ ചെറിയ സിനിമകൾ വലിയ രീതിയിൽ ഹിറ്റായ ഒരു വർഷം. ഇപ്പോൾ പ്രകമ്പനം, വാഴ 2, ഈ മോഹിനിയാട്ടം, അതിരടി പോലുള്ള സിനിമകൾ വലിയ രീതിയിൽ സക്സസ് ആയി. അപ്പോൾ നമ്മളൊരു കാലത്ത് ഒരു സമയത്ത് പറഞ്ഞാണ് ഈ കോവിഡിന് ശേഷം ചെറിയ സിനിമകൾ തിയേറ്ററിൽ വിജയിക്കില്ല, അതെല്ലാം OTT സിനിമകൾ മാത്രമായിട്ട് ഒതുങ്ങുമെന്ന് പറഞ്ഞു. പക്ഷെ അവിടെയാണ് ഇന്ന് മലയാള സിനിമയിൽ ചെറിയ സിനിമകൾ വലിയ വിജയങ്ങളാവുന്നു. ഇപ്പോൾ മധുവിധു അടക്കമുള്ള സിനിമകളൊക്കെ വലിയ രീതിയിൽ തിയേറ്ററിൽ തന്നെ ചർച്ചയാവുന്നു. എങ്ങനെയാണ് ഈ ചെറിയ സിനിമകളുടെ ഒരു തിയേറ്ററിക്കൽ റണ്ണാൻ എങ്ങനെയാണ് അത്? ആക്ച്വലി ഈ കഴിഞ്ഞ 2 കൊല്ലം എടുത്താൽ തന്നെ കൂടുതലും ഹിറ്റ്സ് വന്നിരിക്കുന്നത് ചെറിയ സിനിമയിലാണ്. അതിപ്പോൾ 24 മുതലല്ല, അതിന് മുമ്പ് തന്നെ. ആക്ച്വലി ഒരു കോവിഡിന് ശേഷം നമ്പർ ഓഫ് മൂവീസ്, അതായത് ചെറിയ മൂവീസ് കൂടിയിട്ടുണ്ടെങ്കിലും അതിൽ കുറേ കാണാതെ തന്നെ പോയിട്ടുണ്ട്. അത് ഈ OTT ആസ്പദമാക്കിയിട്ടുള്ള പടങ്ങളാണ്. പക്ഷേ തിയേറ്ററിൻ്റെ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി എടുത്ത പടങ്ങൾ ഒരു നല്ല ശതമാനം വിജയിച്ചിട്ടുണ്ട്. അതായത് ഈ മുൻപ് ഈ പറഞ്ഞ ഒരു OTT ബിസിനസ് കണക്കാക്കി എടുത്ത സിനിമകളാണ് പലതും. അതെ. ഇപ്പം 2026 കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ഏറ്റവും വലിയ വിജയമായിട്ട് മാറിയിരിക്കുകയാണ് ദൃശ്യം 3 വലിയ പ്രതീക്ഷകളോടെ എത്തിയ സിനിമയാണ്. എന്നാൽ റിവ്യൂസ് ഒരു രീതിയിൽ പറഞ്ഞാൽ സമ്മിശ്ര പ്രതികരണങ്ങളായിരുന്നു. പക്ഷെ അത് വലിയ രീതിയിൽ മാറി മലയാളത്തിലെ ഏറ്റവും വലിയ ഗ്രോസറായിട്ട് ഇപ്പം മാറിയിരിക്കുകയാണ്. ദൃശ്യം 3യുടെ മൊത്തത്തിലുള്ള ഒരു അനാലിസിസ് എങ്ങനെയായിരുന്നു? ഈ പറയുന്ന ഒരു മിക്സഡ് റിവ്യൂസ് സിനിമയെ അഫക്റ്റ് ചെയ്തിരുന്നു, എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു തിയേറ്ററിക്കൽ റൺ? ദൃശ്യം എന്ന് പറഞ്ഞാൽ അതൊരു ബ്രാൻഡായിട്ട് മാറിയൊരു കാലഘട്ടമാണ്. കാരണം ദൃശ്യം 1 ഒരു സൂപ്പർ ഡൂപ്പർ ഹിറ്റായിരുന്നു. ദൃശ്യം 2 ആക്ച്വലി റിലീസ് ചെയ്യുമ്പോൾ കോവിഡ് വന്നു. അത് തിയേറ്ററിക്കൽ റിലീസ് കിട്ടാണ്ട് നേരെ OTTയിലേക്ക് പോയത്. അതും OTTയിൽ നല്ല പ്രതികരണം വന്ന ഒരു സിനിമയാണ്. അപ്പം നാച്ചുറലി ദൃശ്യം 3-നൊരു നല്ല ഇതുണ്ടായിരുന്നു, ഒരു ആകാംക്ഷയും ഹൈപ്പ് ഉണ്ടായിരുന്നു. അതിനനുസരിച്ചുള്ള കളക്ഷനും വന്നു. പിന്നെ മിക്സ്ഡ് റിവ്യൂസ് ഒക്കെ എല്ലാവരും ഒരേപോലെ കാണില്ലല്ലോ.
പക്ഷെ അത് കാര്യമായിട്ട് എഫക്റ്റ് ചെയ്തില്ല. കാരണം അതിൽ കണ്ടന്റ് ഉണ്ടായിരുന്നു. മാത്രമല്ല മോഹൻലാലിന്റെ പെർഫോമൻസ് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു സ്റ്റാർ ഒരു ഫാമിലി ഓഡിയൻസ് വളരെ വളരെ അധികം ഫാമിലി ഓഡിയൻസ് വന്ന ഒരു സിനിമ. ഇപ്പോൾ ദൃശ്യം ഫ്രാഞ്ചൈസ് എന്ന് പറയുന്നത് ആ ആദ്യഭാഗം മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ സിനിമകൾക്കും ഒരു ഓഡിയൻസ് ഉണ്ട്, ഒരു പ്രത്യേക എക്സ്പെക്ടേഷൻ ഉണ്ട്. ഇനി ഒരു ദൃശ്യം 4 ഇറങ്ങുകയാണെങ്കിലും അതിനൊരു ഓഡിയൻസ് ഉണ്ടായിരിക്കും. ഈ പറഞ്ഞ എത്ര സമ്മിശ്ര പ്രതികരണമാണെങ്കിലും ഒരു ഓഡിയൻസ് ഉണ്ടായിരിക്കില്ലേ? ദൃശ്യം 3യുടെ റിയാക്ഷൻ കണ്ടിട്ട് 4നുള്ള സ്കോപ്പും ഉണ്ട്. 4 വന്നാൽ ആള് വരും, ഒരു സംശയമില്ല. ഇത് തിയേറ്ററുകാർക്ക് ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെയാണ് ഈ ദൃശ്യം ഫ്രാഞ്ചൈസ്. അതെ അതെ അതെ. നേരത്തെ പറഞ്ഞ പോലെ ചെറിയ സിനിമകൾ വലിയ രീതിയിൽ വിജയിക്കുന്നു എന്ന് പറഞ്ഞു. ഇതിൽ വാഴയുടെ സക്സസ്, ഇപ്പം വാഴ 2ന്റെ സക്സസ്, അത് തീർച്ചയായും എടുത്തു പറയേണ്ട ഒരു സക്സസ് ആണ്. ഒരു കേരളത്തിൽ നിന്ന് അറൗണ്ട് എനിക്ക് തോന്നുന്നു ഒരു 100 crore പ്ലസ് കളക്ട് ചെയ്ത ഒരു സിനിമയാണ്. അപ്പോൾ ഈ നായക സങ്കല്പങ്ങൾ മൊത്തത്തിൽ മാറുന്ന ഒരു സമയമാണല്ലോ. സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ വെച്ച് സിനിമ വരുന്നു. ഇപ്പോൾ സന്തോഷ് ട്രോഫി എന്ന് പറയുന്ന സിനിമയിൽ പൃഥ്വിരാജിനെ റീപ്ലേസ് ചെയ്ത ഒരു സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്ററാണ് ജോമോൻ ജ്യോതിർ. അപ്പോൾ ഈ ഒരു ട്രെൻഡ് മാറ്റം സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് തിയേറ്ററിലേക്ക് വരുന്നു, ബിഗ് സ്ക്രീനിലേക്ക് വരുന്നു, അതിൻ്റെ ഒരു അതൊരു നല്ലൊരു ട്രെൻഡാണ്. കാരണം ഇപ്പോൾ സാധാരണ ഒരു ഓഡിഷൻ ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് ഓൾറെഡി ആക്ടേഴ്സ് അവൈലബിൾ ആണ്. കാരണം എവ്രി അതർ പേഴ്സൺ ഈസ് എ കണ്ടന്റ് ക്രിയേറ്റർ. അപ്പോൾ അതൊരു നല്ലൊരു ലക്ഷണമാണത്. പക്ഷെ അതുകൊണ്ട് യു ഷുഡ് നോട്ട് ഗെറ്റ് ക്യാരിഡ് അവേ അഗെയിൻ ബേസ്ഡ് ഓൺ കണ്ടന്റ് ഒട്ടി. കാരണം ഇപ്പോൾ വാഴ 2 ഹിറ്റായത് കണ്ടന്റ് ബേസ്ഡ് ആണ്. ഓഫ്കോഴ്സ് അതിനകത്ത് എല്ലാം ഇൻഫ്ലുവൻസേഴ്സ് ആയിരുന്നു, അവരുടേതായുള്ള ഓഡിയൻസും വന്നു. അതൊരു പാർട്ടാണ്, എന്നാൽ പോലും കണ്ടന്റിലാണ് കംപ്ലീറ്റ് അതിന്റെ സക്സസ് ഇരിക്കുന്നത്. അപ്പോൾ കണ്ടന്റ് വിട്ടുള്ളൊരു കളി ഏത് ഇൻഫ്ലുവൻസർ വന്നാലും അത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. അൾട്ടിമേറ്റ്ലി കണ്ടന്റ് ആയിരിക്കണം. ഇപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പം ഈ സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് പോലെ തന്നെ പുതിയ താരങ്ങൾ വരുന്നുണ്ടല്ലോ. ഇപ്പം ആഷിർ ആയിക്കോട്ടെ, നസ്ലൻ, സന്ദീപ് പോലുള്ള പുതിയ യങ് ഹീറോസ് ഒരുപാട് വരുന്നുണ്ട്. ഇപ്പം ഞാനിപ്പം മോഹിനിയാട്ടത്തിന്റെ ഡയറക്ടറോട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞെന്ന് പറയുന്നത്, ഇന്നൊരു കഥ എഴുതുന്ന സമയത്ത് നമുക്ക് ആക്ടേഴ്സ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഒരു യങ് ഒരു ചെറു താരത്തിനെ വെച്ച് എഴുതുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ നസ്ലിനെ വെച്ചോ അല്ലെങ്കിൽ സന്ദീപിനെ വെച്ചോ നമുക്ക് ആലോചിക്കാൻ പറ്റുന്ന കഥകൾ ഇന്ന് എഴുതാം. അപ്പം ഈ തിയേറ്റേഴ്സിനെ സംബന്ധിച്ചോളം ഇപ്പം നസ്ലിൻ അല്ലെങ്കിൽ സന്ദീപ് അടക്കമുള്ള താരങ്ങൾ ഇന്ന് തിയേറ്ററിലേക്ക് ആളെ കൂട്ടുന്നുണ്ടല്ലോ. ഈ ഒരു ഇതിനെ എങ്ങനെയാണ് തിയേറ്റർ ഓണർ എന്നുള്ള നിലയ്ക്ക് എങ്ങനെയാണ് സാറിൻ്റെ ഒരു? ആക്ച്വലി ഇപ്പോൾ കഴിഞ്ഞൊരു 4-5 കൊല്ലമായിട്ട് ഈ യങ് സ്റ്റാർസിന് നല്ലൊരു പ്രതികരണം വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ കഴിഞ്ഞ 5 കൊല്ലത്തിൽ വന്ന സ്റ്റാർസിൻ്റെ പേരെടുത്തു കഴിഞ്ഞാൽ നസ്ലൻ, മാത്യു തോമസ്, പിന്നെ നമ്മുടെ സന്ദീപ്, ഇവൺ അർജുൻ അശോകൻ റിയലി ഗ്രോൺ അപ്പ്, ബേസിൽ ഓഫ് കോഴ്സ്, ബേസിൽ ഡയറക്ടറായിട്ട് വന്ന ആളാണ്. അപ്പോൾ ഇതൊക്കെ ആക്ച്വലി ആൾക്കാർക്ക് ആക്സെപ്റ്റബിൾ ആണ്. കാരണം ഇവർ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്, ഓർ ദ കണ്ടന്റ് വിച്ച് ദേ ബ്രോട്ട് ഇൻ വാസ് വെരി ഗുഡ്. അപ്പം ഈ പറഞ്ഞ പോലെ അവർക്കൊരു ഓപ്പണിംഗ് സൃഷ്ടിക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഇപ്പം നസ്ലൻ ഒരു സിനിമയായിട്ട് വരുമ്പോൾ അതിന് ഓപ്പണിംഗ് കിട്ടുന്നുണ്ട്. അതാണ് ഇപ്പം 2026 വരുമ്പോൾ ഒരുപാട് ഈ പറഞ്ഞ പോലെ വലുതും ചെറുതായിട്ടുള്ള ഒരുപാട് സിനിമകൾ ഇറങ്ങി. ഒരു സർപ്രൈസ് ഹിറ്റ് ഏതായിരുന്നു? അല്ലെങ്കിൽ ഈ വലിയ എക്സ്പെക്ടേഷൻ ഒന്നും ക്യാരി ചെയ്തില്ല, ബട്ട് എല്ലാ രീതിയിലും സർപ്രൈസ് ചെയ്തൊരു സിനിമ ചോദിക്കണമെങ്കിൽ ഏതായിരിക്കും? ഈ കൊല്ലം അല്ലേ? ഈ കൊല്ലം 2026. ഈ കൊല്ലം ബാലൻ ഒരു സർപ്രൈസ് ഹിറ്റ് തന്നെയാണ്. കാരണം അതിൻ്റെ ഒരു എന്താ പറയുക, ജോണർ നോക്കിക്കഴിഞ്ഞാൽ അതൊരു ആർട്ട് ഹൗസ് പടം പോലെയാണ്. ഇപ്പോൾ അത് 10 കൊല്ലം മുമ്പ് വന്നിരുന്നെങ്കിൽ അതൊരു ആർട്ട് ഹൗസ് ഫിലിം എന്ന് പറഞ്ഞു പോയേനെ. പക്ഷെ അതിനൊരു നല്ല അക്സെപ്റ്റൻസ് കിട്ടി. കാരണം അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റും അതിൻ്റെ ആ പ്രൊട്ടാഗണിസ്റ്റിൻ്റെ പെർഫോമൻസ് വാസ് ഔട്ട്സ്റ്റാൻഡിങ്. മാത്രമല്ല അത് ഈ പറഞ്ഞ നമ്മൾ തിയേറ്ററിൽ കാണുമ്പോൾ ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസിന് വേണ്ടി തീർച്ചയായിട്ടും വിഷ്വൽസ് എല്ലാം തന്നെ തിയേറ്ററിക്കലായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ബാലൻ പോലുള്ള സിനിമയുടെ വിജയം കൂടുതൽ ഇത്തരം സിനിമകൾ തിയേറ്ററിക്കലി കൂടി അക്സെപ്റ്റ് ചെയ്യപ്പെടട്ടെ എന്നുള്ളൊരു ആത്മവിശ്വാസം നൽകുന്നില്ലേ ഇപ്പോൾ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഇതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങളൊരു പ്രോജക്റ്റ് ഒരു പുതിയ ന്യൂ കമ്മറെ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഓഡിയൻസ് കേരളത്തിലുണ്ട്. ഇപ്പോൾ ഒരു സിനിമ പ്രകമ്പനം, അതിൻ്റെ അകത്ത് ആക്ച്വലി നോൺ സ്റ്റാർസ് ആരുമില്ല. അതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന 3-4 യങ്സ്റ്റേഴ്സ്, അതിൽ ആ ഗണപതിയും സാഗർ സൂര്യ മാത്രമേ ഉള്ളൂ. അവർക്ക് ഒരു വലിയ സ്റ്റാർഡം എന്നൊന്നും പറയാനൊന്നുമില്ല. എന്നാൽ തന്നെ ആ സിനിമ കണ്ടന്റ് ബേസ്ഡ് ആയതുകൊണ്ട് അത് സക്സസ് ആയി. അതൊക്കെ നല്ലൊരു ലക്ഷണമാണ്. ബിക്കോസ് നൗ യു ക്യാൻ പ്ലാൻ എ മൂവി വിത്ത് സ്മോൾ ബഡ്ജറ്റ്, വിത്ത് നോ സ്റ്റാർസ്, ബട്ട് വിത്ത് ഗുഡ് കണ്ടന്റ്. ഒരുപാട് സിനിമകൾ അങ്ങനെ അണിയറയിൽ ഒരുങ്ങുന്നുണ്ടല്ലോ.
ഒരുങ്ങുന്നുണ്ട്. പക്ഷെ അതിലെല്ലാം ക്ലിക്ക് ആവണമെന്നില്ല. എഗെയിൻ കണ്ടന്റ് ഇസ് കിങ്. സിനിമ ആ കണ്ടന്റ് ബേസ്ഡ് ആയിരിക്കണം. അല്ലാണ്ട് സിനിമയ്ക്ക് വെറുതെ എടുക്കാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞാൽ അത് ഫെയിലിയർ ആയി. ഈ പറഞ്ഞ ഇപ്പൊ മലയാളത്തിൽ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, ഇപ്പൊ ഒരു ട്രെൻഡിനെ ഫോളോ ചെയ്യുക. ഇപ്പൊ ത്രില്ലർ സിനിമകളാണെങ്കിൽ ബാക്ക് ടു ബാക്ക് കുറെ ത്രില്ലേഴ്സ് വന്നുകൊണ്ടിരുന്ന ഒരു സമയം ഉണ്ടല്ലോ. ഇപ്പം ഈ ഇതുപോലെ തന്നെ സോഷ്യൽ മീഡിയ താരങ്ങൾ ഹിറ്റ് ആവുന്ന സമയത്ത് ഇതിനൊരു ബാക്ക് ടു ബാക്ക് ഒരു കുത്തൊഴുക്ക് ഉണ്ടാവാനും ഒരു ചാൻസ് ഉണ്ടല്ലോ. അതെപ്പോഴും ഉണ്ടല്ലോ. അത് മലയാളത്തിൽ മാത്രമല്ല, അത് ഫുൾ ഫിലിം ഇൻഡസ്ട്രിയിൽ അങ്ങനെയാണ്. ഒരു ട്രെൻഡ് ക്ലിക്കായ പിന്നെ കുറച്ച് നാളത്തേക്ക് ആ ട്രെൻഡിൽ കുറെ പടങ്ങൾ വരും. അത് കുറെ കഴിഞ്ഞാൽ അത് പോകും. പക്ഷെ ഞാൻ ഇപ്പോൾ നോക്കിയിട്ട് സ്പെഷ്യലി ആഫ്റ്റർ കോവിഡ് ഏറ്റവും കൂടുതൽ ഒരു ജോണർ ബ്രേക്കിംഗ് കണ്ടന്റ് വന്നിരിക്കുന്നത് മലയാളത്തിൽ. ഇപ്പം ഈ വാഴ 2, ദൃശ്യം 3 ഇതാണ് ഈ ഒരു 6 മാസത്തിൽ ഏറ്റവും വലിയ 2 കളക്ഷൻ നേടിയ 2 സിനിമകൾ. ഇപ്പൊ ഈ കണക്കുകൾ പ്രകാരം നോക്കുകയാണെങ്കിൽ കേരള കളക്ഷൻ വാഴ 2 എനിക്ക് തോന്നുന്നു ഒരു 100 crore പ്ലസ് കളക്ഷൻ നേടിയ സിനിമയാണ്. അതേസമയം ദൃശ്യം 3 ഒരു 90 പ്ലസ് കളക്ഷൻ നേടിയ ഒരു സിനിമയാണ്. ഈ 2 സിനിമയുടെയും കളക്ഷൻ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും? ഒരു ഭാഗത്ത് മോഹൻലാലിനെ പോലെ ഒരു സ്റ്റാർ നിൽക്കുന്നു, ഇപ്പുറത്ത് റിലേറ്റീവ്ലി ന്യൂ കമേഴ്സിന്റെ ഒരു സിനിമയാണ്. ബട്ട് വൈ വാഴ 2 കളക്ടഡ് ഒരു മോർ ദാൻ 100 crores എന്നൊരു ഫാക്ടർ ഉണ്ടല്ലോ. അത് രണ്ട് ജോണറാണ്. മറ്റേത് കുറച്ചൊരു ഫാമിലി ഓറിയന്റഡ് ഒരു ത്രില്ലറാണ്, മറ്റേത് പ്യുവർ ഫൺ ആൻഡ് പ്ലസ് ഒരു എന്താ പറയുക ഒരു സെന്റിമെന്റൽ ടുവേർഡ്സ് ദി എൻഡ്. ഇതിൽ കൂടുതലും വിസിറ്റ് ചെയ്ത ഓഡിയൻസ് നോക്കിക്കഴിഞ്ഞാൽ ജെൻസിയാണ്. ഏത് വാഴ 2. നേരെ മറിച്ച് മറ്റേ ദൃശ്യത്തിന് കൂടുതലും വന്നിരിക്കുന്നത് ഫാമിലി ഓഡിയൻസ്. അതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ട്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഈ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടായത് കൊണ്ടായിരിക്കാം റിപ്പീറ്റ് വ്യൂയിങ് വാഴയ്ക്ക് വന്നത്. അത് ഞങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ട്, റിപ്പീറ്റ് വ്യൂയിങ്. ഇപ്പൊ മുമ്പ് ഇത് നോക്കുകയാണെങ്കിൽ ലോകയ്ക്കാണ് ഇതിനു മുമ്പ് അങ്ങനെ റിപ്പീറ്റ് ഓഡിയൻസ് ഒരുപാട് പേര്. സർപ്രൈസ് ഹിറ്റിന്റെ കാര്യം പറയുമ്പോൾ ഇപ്പുറത്തെ മറ്റൊരു സൈഡും കൂടെ ഉണ്ടല്ലോ. വലിയ രീതിയിൽ വന്നിട്ട് പ്രതീക്ഷ നൽകിയിട്ട് വലിയ രീതിയിൽ കളക്ട് ചെയ്യാതെ പോയൊരു സിനിമയും കാണുമല്ലോ. അത്തരത്തിൽ ഒരു ഡിസപ്പോയിന്റിങ് ഒരു എക്സ്പീരിയൻസ് ഏതായിരുന്നിരിക്കും സാർ? അതിപ്പോൾ ഈ കൊല്ലം നോക്കിക്കഴിഞ്ഞാൽ ഒരു 4-5 എണ്ണം ഉണ്ട് വിച്ച് ആർ വെരി ഡിസപ്പോയിന്റിങ്. വൺ വുഡ് ബി പേട്രിയറ്റ്, അതർ വൺ വുഡ് ബി പള്ളിച്ചട്ടമ്പി, പ്രതിച്ഛായ, പിന്നെ ബേബി ഗേൾ, പെണ്ണ് കേസ്, അങ്ങനെ കുറേ പടങ്ങൾ ഭയങ്കര ദുരന്തമായിരുന്നു. പിന്നെ ലേറ്റസ്റ്റ് നമ്മുടെ ഐനോബഡി അത് ഈ മാസം അടുത്ത മാസം വരുന്ന, ഈ ജൂൺ വരെ എടുത്തു നോക്കിയാൽ കാട്ടാളൻ. അതെ. ഇപ്പം ഇതിൽ ഞാൻ ഇപ്പോൾ ചോദിക്കണമെന്ന് വെച്ചാൽ ഈ പേട്രിയറ്റിന്റെ കാര്യം. പേട്രിയറ്റ് വലിയ രീതിയിൽ പ്രതീക്ഷ ഉള്ള ഒരു സിനിമയായിരുന്നു. 2 താരങ്ങൾ ഒന്നിച്ച് വരുന്നു എന്ന് പറയുമ്പോൾ എക്സ്പെക്ടേഷൻ ഒരിക്കലും കുറയില്ല. വാട്ട് വെന്റ് റോങ് ഫോർ പേട്രിയറ്റ്? എന്തായിരിക്കും അത്? എനിക്ക് തോന്നുന്നു ആ സിനിമ കണ്ടിട്ട് ദ സ്റ്റാർ പവർ വാസ് മോർ ദാൻ ദ കണ്ടന്റ്. അപ്പോൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതായിരിക്കും അതിൻ്റെ മിസ്റ്റേക്ക്. കാരണം മഹേഷ് നാരായണനും പോലെയുള്ളൊരു ഡയറക്ടർ ആ സ്ക്രിപ്റ്റ് വെച്ചിട്ട് ഐ തിങ്ക് ദ സ്റ്റാർസ് വെർ മോർ ഓവർ പവറിംഗ് ദാൻ ദ സ്ക്രിപ്റ്റ് കണ്ടന്റ്. സ്റ്റാർ പവർ. ഈ പറഞ്ഞല്ലോ അതിന്റെ ഒരു തിയേറ്ററിൽ ഈ പറഞ്ഞ ഒരു റിസപ്ഷനും ഭയങ്കര ഒരു കളക്ഷൻ വൈസ് എങ്ങനെയായിരുന്നു പേട്രിയറ്റ്? അല്ല, കളക്ഷൻ വൈസ് മോശമായിരുന്നു. ഇവൻ ദ ഫസ്റ്റ് ഡേ ഒരു ഇനീഷ്യൽ വന്നെങ്കിലും അത് ഒരു അത്രയ്ക്കൊരു ഓവർവെൽമിങ് ഒരു ബുക്കിംഗ് ആയിരുന്നില്ല. ഹൈപ്പും കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കാം. അത് അവർ പേർപ്പസ് ആയിട്ട് ചെയ്തതായിരിക്കും. പക്ഷേ എങ്കിലും ഒരു ഇത്രയും സ്റ്റാർസ് ഉള്ള സ്ഥിതിക്ക് അതിനേക്കാളും കൂടുതൽ ബുക്കിംഗ് വരേണ്ട സിനിമയാണ്. പിന്നെ ഓഫ് കോഴ്സ് വന്നു കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ദിവസം മുതൽ ഡിക്ലൈൻ ആയിരുന്നു, വിച്ച് ഇസ് ഡേഞ്ചറസ് സിഗ്നൽ. അതൊരു ഭയങ്കര ഡിസപ്പോയിന്റിംഗ് ആയിരുന്നു. അതെ, വളരെ ഡിസപ്പോയിന്റിംഗ് ആണ്. ഇപ്പൊ ഈ മാസം എല്ലാവരും ഭയങ്കരമായിട്ട് കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് വിജയുടെ ജനനായകൻ. വിജയുടെ ലാസ്റ്റ് ഫിലിമാണ്. ഒരുപാട് തടസ്സങ്ങൾ മറികടന്ന് സിനിമ ഇറങ്ങുന്നു. CM ആയതിനു ശേഷം ഇറങ്ങുന്നു എന്നുള്ള പ്രത്യേകതയും കൂടെ ഒരു ആസ്പെക്റ്റും കൂടെ ഉണ്ട് അവിടെ. എല്ലാ വിജയ്സ് ഇപ്പം ഞാൻ കഴിഞ്ഞ തവണ സാറിനോട് ലിയോയുടെ സമയത്ത് സംസാരിക്കുമ്പോഴും നമുക്ക് സാറ് പറഞ്ഞത് ലിയോ ഒരു 5 to 6 crore കളക്ട് ചെയ്യുന്നതാണ്. പക്ഷേ അത് 12 crore കളക്ട് ചെയ്തു. അപ്പോൾ എക്സ്പെക്ടേഷൻ എല്ലാം മാറി മറിഞ്ഞു. ജനനായകനിലേക്ക് വരുമ്പോൾ എന്താണ് പ്രതീക്ഷകൾ? ജനനായകൻ ഇപ്പോൾ ആക്ച്വലി ഇപ്പോൾ ഒരു ഹൈപ്പ് ഉണ്ട്. അത് നല്ല സമയത്ത് അന്ന് വന്നിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു അത് കൂടുതൽ കളക്ഷൻ വന്നേനെ. പക്ഷെ ഇപ്പോൾ അതിൻ്റെ ഡൈനാമിക്സ് എല്ലാം ചേഞ്ച് ചെയ്തു, പറയാൻ പറ്റില്ല. പക്ഷേ ഇറ്റ് വിൽ സ്റ്റിൽ ഗെറ്റ് എ ഗുഡ് ഇനീഷ്യൽ, നോ ഡൗട്ട്. അതിനൊരു ഓപ്പണിംഗ് തീർച്ചയായിട്ടും ഉണ്ടാവും.
മാത്രമല്ല പുള്ളിയുടെ ആ ഒരു CM ആയതിന്റെ ഒരു ഓറയും കൂടി ഉണ്ട്. ഇപ്പൊ കേരളത്തിൽ സാർ എത്ര കോടി എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഫസ്റ്റ് ഡേ? ഞാൻ എനിക്കിപ്പോ അങ്ങനെ ഒരു എസ്റ്റിമേറ്റ് എടുക്കാൻ പറ്റില്ല. എന്നാലും ഒരു 5 to 6 crores അത് ചെയ്യാൻ പറ്റണം. ആക്ച്വലി കൂടുതൽ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇപ്പൊ കുറച്ച് അതിന്റെ ഒരു കോൺട്രവേഴ്സ്യൽ ഇത് ഈ ലീക്കായി പോയ സ്ഥിതിക്ക് ഐ തിങ്ക് ഇറ്റ് ഷുഡ് ഡു അബൌട്ട് 5 to 6. അതിപ്പോ പറഞ്ഞ ഈ സിനിമയ്ക്ക് ആദ്യം കിട്ടേണ്ടിരുന്ന ഒരു ബിസിനസ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ അന്ന് ജനുവരിയിൽ ഇറങ്ങിയിരുന്നെങ്കിൽ അതിന്റെ ആ ഒരു ബിസിനസ് ഏതെങ്കിലും രീതിയിൽ അഫക്റ്റഡ് ആയിട്ടുണ്ടോ? മീൻസ് ഇത്രയും ഡിലേ വരുമ്പോൾ സാർ അങ്ങനെ അന്ന് നല്ല ഹൈപ്പിൽ നിൽക്കുമ്പോ കിട്ടുന്ന കളക്ഷൻ ഇപ്പൊ കിട്ടണം എന്നില്ല. കാരണം അന്ന് പൊങ്കൽ ഡേറ്റുമാണ്. അതൊരു ഭയങ്കര ഒരു പെർഫെക്റ്റ് ഡേറ്റ് ആയിരുന്നു അത്. അതിനുള്ള എല്ലാ ഹൈപ്പും അതിൻ്റെ ഉള്ള എല്ലാ തയ്യാറെടുപ്പും റെഡിയായിരുന്നു. ബുക്കിംഗ് വരെ ഓപ്പൺ ആയി. അതെ ഒരുപാട് എല്ലാവരും ബുക്കിംഗ് ഓപ്പൺ ചെയ്തു, എന്നിട്ട് ക്യാൻസലും ചെയ്തു. പക്ഷെ അത്രയും തന്നെ ഇപ്പം വരണം എന്നില്ല. പക്ഷെ എന്നാൽ തന്നെ അത് ലീക്കായപ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു. ആ പേടി ഇപ്പം മാറി. ഐ തിങ്ക് ഇറ്റ് വിൽ സ്റ്റിൽ ഡു, ഇറ്റ് ക്യാൻ ഈസിലി ഡു അബൌട്ട് 5 to 6 crores ഓൺ ദ ഫസ്റ്റ് ഡേ. ഇപ്പോൾ ഇനി ഈ 6 മാസത്തെ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് ശേഷം ഇനി എല്ലാവരും കാത്തിരിക്കുന്നൊരു സമയമാണ് ഓണം റിലീസുകൾ. എല്ലാ സമയവും ഓണം റിലീസ് ആകുമ്പോൾ വലിയ വലിയ സിനിമകൾ ഇറങ്ങുന്നുണ്ട്. ഇപ്രാവശ്യം അത് വലിയ 3 സിനിമകളാണ് ഇറങ്ങുന്നത്. അപ്പൊ ഓണം റിലീസുകളെ കുറിച്ച് ഞാൻ ഓരോ സിനിമകളെ കുറിച്ച് ചോദിക്കാം. സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻ എങ്ങനെയാണെന്ന് സാറെന്ന് പറഞ്ഞാൽ. ഈ തവണ 3 പടങ്ങളും നല്ല പടങ്ങളാണ്. വൺ ഈസ് ഐ ആം ഗെയിം ദുൽഖറിന്റെ, മറ്റേത് ഖലീഫ പൃഥ്വിരാജിന്റെ, മറ്റേത് ബത്ലഹേം കുടുംബ യൂണിറ്റ് നിവിൻ പോളിയുടെ. 2 ആക്ഷൻ ജോണറാണ്, 1 ഫാമിലി ജോണറാണ്. ആ 3 സ്പേസ് കേരളത്തിലുണ്ട്. ഒറ്റൊരു ഇതെന്താ വെച്ചാൽ ഈ സ്ക്രീനെല്ലാം ഡിവൈഡ് ചെയ്ത് പോകും മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സാർ ഇപ്പോൾ ഖലീഫയുടെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം പടത്തിന് എനിക്ക് തോന്നുന്നു ഈ 3 സിനിമകളിൽ ഒരു ഭയങ്കര രീതിയിലുള്ള ഹൈപ്പ് ആ സിനിമയ്ക്കുണ്ട്. ഇപ്പോൾ പൃഥ്വിരാജിന്റെ ഒരു സ്റ്റില്ല് വന്നാൽ പോലും അതിന്റെ മ്യൂസിക് ഒക്കെ ഇട്ട് ആ സിനിമയുടെ ഹൈപ്പ് വേറെ ലെവലിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയാണ്. ഒരു ആക്ഷൻ ജോണറാണ്. പൃഥ്വിരാജ് ഒരു കുറേ നാൾക്ക് ശേഷം ചെയ്യുന്നൊരു മാസ് മസാല സിനിമയാണ്. ഖലീഫയുടെ ഒരു പ്രതീക്ഷകളും അതിന്റെ ഒരു ഓപ്പണിംഗ് എസ്റ്റിമേഷനൊക്കെ എങ്ങനെയായിരിക്കും? ഞാൻ പറഞ്ഞില്ലേ 3 പടങ്ങളുണ്ട്. അപ്പൊ സ്ക്രീൻ കൗണ്ട് കുറവായിരിക്കും. ഇറ്റ് ബി ഡിവൈഡഡ് ബിറ്റ്വീൻ ദി 3. എന്നാൽ തന്നെ ഈ മാക്സിമം ഇത് വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഒരു 400-450 സ്ക്രീൻസ് കിട്ടുമ്പോഴാണ് ഞങ്ങൾക്ക് ആ ക്രോസിന്റെ ഫിഗറിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇതിപ്പോ കുറച്ച് ഡിവൈഡ് ചെയ്ത് പോകും. ബിക്കോസ് ദുൽഖറിന്റെ പടവും മോശമൊന്നുമില്ല. അപ്പോൾ അതും ഒരു 200-250 സ്ക്രീൻസ് അത് എടുക്കും. ഇവരും ഒരു 200-250 എടുക്കും. പിന്നെ ബാക്കിയുള്ളത് ഇവരും എടുക്കും ബത്ലഹേം. അപ്പോൾ ഏകദേശം ഇവർ സമാസമം നിൽക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ മറ്റേത് ഫാമിലി ജോണർ ആയതുകൊണ്ട് അതിനൊരു ഞാൻ ചോദിക്കാൻ വന്നത്, ഇപ്പൊ ബത്ലഹേം ഈ പറയുന്ന പോലെ ഒരു വലിയ രീതിയിലുള്ള ഹൈപ്പ് ഇപ്പോൾ നിലവിലില്ലെങ്കിൽ പോലും ഒരു എന്താണ് പറയുന്ന ഒരു അണ്ടർഡോഗ് ആയിട്ട് വന്നൊരു ഹിറ്റ് അടിക്കാൻ ചാൻസ് ഉണ്ടോ? ചാൻസ് ഉണ്ട്, വളരെ ചാൻസ് ഉണ്ട്. കാരണം 2 ആക്ഷൻ ജോണർ തമ്മിൽ തല്ലു പിടിക്കുമ്പോൾ അതിന്റെ സൈഡിലിരിക്കുന്ന ഫാമിലിക്ക് ആള് വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ കഴിഞ്ഞ വർഷവും നമുക്ക് അത്ര സിമിലർ സിറ്റുവേഷൻ ആയിരുന്നല്ലോ. ഒരു ഭാഗത്ത് ഹൃദയപൂർവ്വം, ഒരു ഭാഗത്ത് ലോക. അതെ, അത്തരത്തിലൊരു ഇപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നുണ്ടല്ലേ? ഒരു നല്ല കോമ്പറ്റീഷനാണ് ഈ 3 പേര് തമ്മിൽ. അതിൽ വിന്നർ ടേക്സ് ഓൾ. പറഞ്ഞ ഒരു സ്ക്രീൻ കൗണ്ടിന്റെ കാര്യത്തിലാണ് നമുക്കൊരു ഈ പറഞ്ഞ പോലെ ഏത് സിനിമയ്ക്ക് നല്ല സ്ക്രീൻ പോകുന്നുള്ള ഒരു കൺഫ്യൂഷൻ. അല്ല, സ്ക്രീൻസ് ഒക്കെ ഓൾറെഡി പോയി കഴിഞ്ഞു. അപ്പോ ഞാൻ പറഞ്ഞ എന്താ വെച്ചാൽ ഇപ്പൊ 2 സിനിമകളായിരുന്നെങ്കിൽ കിട്ടിയാലേ. ഇപ്പൊ 3ാമത് കൂടി വന്നപ്പോ സ്ക്രീൻ കൗണ്ട് ആക്ച്വലി കുറയും. ഇതിനിടയ്ക്ക് വേറൊരു സിനിമയും കൂടെ ഉണ്ട്, ടോക്സിക് വരുന്നുണ്ട് 26-ാം തീയതി. അത് 26-ാം തീയതിയാണ്. അത് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് അത് മാനേജ് ചെയ്യാനുള്ള. സ്റ്റിൽ ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇപ്പൊ 3 സിനിമയ്ക്കും പോസിറ്റീവ് റിവ്യൂ കിട്ടുമെന്ന് വിചാരിക്കുക. ടോക്സിക്കിന് ബുദ്ധിമുട്ട് വരും. ടോക്സിക് ഒരു വല്ലാത്ത ഡേറ്റിലാണ്. ഓഫ്കോഴ്സ് കേരളം മാത്രമേ ആ പ്രോബ്ലം ഉള്ളൂ. റെസ്റ്റ് ഓഫ് ദ വേൾഡ് ഈസ് ഓക്കെ. അപ്പൊ ടോക്സിക് പറയുന്ന പോലെ ഗീതു മോഹൻദാസ് ഡയറക്ട് ചെയ്യുന്ന പടമാണ്. KGF 2 ശേഷം വരുന്ന ഒരു യശ് പടമാണ്. ഒരുപാട് ഈ പറഞ്ഞ പോലെ ജനനായകൻ പോലെ തന്നെ റിലീസ് ഡേറ്റ് മാറ്റി വെച്ചിട്ട് ഇപ്പൊ വരുന്ന ഒരു സിനിമയാണ്. എങ്ങനെയായിരിക്കും ടോക്സിക് ഈ പറഞ്ഞ ഒരു KGF ലെവൽ ഓപ്പണിംഗ് എടുക്കാൻ പറ്റുമോ? അതിന്റെ ഒരു പ്രതീക്ഷകളൊക്കെ എങ്ങനെയാണ്? അല്ല, ടോക്സിക്കിന് നല്ലൊരു ഓപ്പണിംഗ് വരാനുള്ള എല്ലാ സാധ്യതകളുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ആ ഡേറ്റ് വെച്ച് നോക്കുമ്പോൾ സ്ക്രീൻ കൗണ്ട് വളരെ കുറവായിരിക്കും. കാരണം ഈ 3 പടങ്ങൾ ഹിറ്റാണോ ഫ്ലോപ്പാണോ എന്നല്ല വിഷയം. ഓണത്തിന് റിലീസ് ചെയ്ത പടങ്ങൾ എങ്ങനെ നോക്കിയാലും സെക്കൻഡ് വീക്കിലേക്കുള്ള ഒരു ചുവടുവെപ്പ് ഉണ്ടാവും. 2 വീക്ക് പാക്ഡ് ആയിരിക്കും. കാരണം ഇത് 20-ാം തീയതി റിലീസാണെങ്കിൽ തന്നെ ഓണം സ്റ്റാർട്ട് ചെയ്യുന്നത് 25th-നാണ്. അപ്പൊ അത് കഴിഞ്ഞാലുള്ള പീരീഡ് ബെസ്റ്റ് പീരീഡാണ്. അപ്പോൾ എത്ര പടം മോശമാണെങ്കിലും ആ സമയത്ത് നല്ല കളക്ഷൻ. ഈ പറഞ്ഞ ഓണം തുടങ്ങുന്ന സമയത്താണ് കൃത്യം ടോക്സിക്കും വരുന്നത്. എക്സാക്ട്ലി.
അപ്പോൾ സ്ക്രീൻസ് കിട്ടുന്ന കാര്യത്തിൽ ടോക്സിക്കിന് കുറച്ച് വളരെ ബുദ്ധിമുട്ടാകും. ബട്ട് ഈ പറഞ്ഞ അതും ഒരു വലിയ രീതിയിൽ പോസിറ്റീവ് അതെ 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 അതിന് നല്ല ഇനീഷ്യൽ വരാൻ സാധ്യതയുള്ളൊരു ചിത്രമാണ്. ഇപ്പൊ ഈ വർഷം നോക്കുകയാണെങ്കിൽ ഒരു സർപ്രൈസ് ഹിറ്റ് സിനിമകൾ എന്ന് പറയുന്നത് തെലുങ്കില് മാ ഇന്റി വെങ്കാരം എന്ന് പറയുന്ന സിനിമ, സാമന്ത നായിക എത്തിയ സിനിമ 100 കോടി കളക്ട് ചെയ്തു. തമിഴിൽ നിന്ന് ബ്ലാസ്റ്റ് വരുന്നു, അതൊരു ഒരു ഫീമെയിൽ സെൻട്രിക് സിനിമ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സിനിമയാണ്. കേരളത്തിലടക്കം ഹൈസ്റ്റ് ഗ്രോസിംഗ് സിനിമയായിട്ട് മാറി. മലയാളത്തിൽ നമുക്ക് മുമ്പേ ലോക വന്നു. അപ്പൊ ഈ വുമൺ സെൻട്രിക് സിനിമകൾ എല്ലാ ഭാഷയിലും കളക്ട് ചെയ്യുന്നൊരു ഇത് നമ്മളിപ്പോൾ കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു നായകന്മാരുടെ സിനിമ എന്നതിൽ നിന്ന് മാറി നായികമാരുടെ സിനിമ ഇപ്പോൾ രീതിയിൽ കളക്ട് ചെയ്യുന്നുണ്ടല്ലോ. ഈ ഒരു ചുവടുമാറ്റം സാർ എങ്ങനെയാണ് നോക്കുന്നത്? അതൊരു ഇതല്ലേ, ഫിലിം ബേസ്ഡ് അല്ലേ, അത് ഒരു ട്രെൻഡായിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷേ ഇതിനു മുമ്പും മഞ്ജു ആക്ട് ചെയ്ത ഹൗ ഓൾഡ് ആർ യു അത് നല്ല കളക്ഷൻ വന്നതാണ്. അതേപോലെ മറ്റേ എത്രയോ ചിത്രങ്ങൾ സക്സസ് ആയിട്ടുണ്ട് വിമൻ സെൻട്രിക്. എഗെയിൻ ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ കണ്ടന്റ്. ഇതിപ്പോ ഒരുമിച്ച് വന്നു ഇതൊക്കെ അല്ല, ഇതെല്ലാം ആക്ച്വലി ഒരു 2 മാസത്തിനുള്ളിൽ ഈ 2-3 ഫീമെയിൽ സെൻട്രിക് പടം വന്നതുകൊണ്ട് അതൊരു ട്രെൻഡായിട്ടും കണക്കാക്കാം. പക്ഷേ എന്നും ഉണ്ടായിരുന്നു ഇവിടെ. അതെ അതെ എന്നുണ്ട്. ഇപ്പൊ ബ്ലാസ്റ്റിന്റെ കാര്യം എടുത്ത് ചോദിക്കുമ്പോഴേ, ഇപ്പൊ കറുപ്പ് ഈ വർഷമാണ് വന്നത്. കറുപ്പ് കേരളത്തിലും നല്ല രീതിയിൽ റിസപ്ഷൻ കിട്ടിയ ഒരു സിനിമ. അതൊരു സർപ്രൈസ് ഹിറ്റ് ആയിരുന്നല്ലോ, കാരണം അതൊരു തമിഴ് ഫ്ലേവർ കലർന്ന ഒരു സിനിമയായിരുന്നു. പക്ഷെ അത് കേരളത്തിലും നല്ല റിസപ്ഷൻ കിട്ടി. ഇപ്പുറത്ത് അത് കഴിഞ്ഞുകൊണ്ടേ ബ്ലാസ്റ്റ് വരുന്നു. ഈ കറുപ്പിന്റെ റെക്കോർഡ് ബ്ലാസ്റ്റ് ബ്രേക്ക് ചെയ്യാണ് കേരളത്തില്. ഈ 2 അതർ ലാംഗ്വേജ് പടവും എങ്ങനെയായിരുന്നു? തിയേറ്ററിക്കലി നല്ല ഒരു മീൻസ് ഒരു പ്രീ റിലീസ് എങ്ങനെയായിരുന്നു? അതിനുശേഷമുള്ള ഒരു ആക്ച്വലി ഒരു 3 ഫ്ലോപ്പ് കഴിഞ്ഞിട്ടാണ് കറുപ്പ് സൂര്യക്ക് വരുന്നത്. അത് എന്താ കേരളത്തിലും സെയിം സിറ്റുവേഷൻ ആയിരുന്നു. കഴിഞ്ഞ 3 പടം വാഷ് ഔട്ട് ആയിരുന്നു. അപ്പൊ കറുപ്പിന് ആക്ച്വലി വലിയൊരു റിസപ്ഷൻ ഉണ്ടായിരുന്നില്ല. ഒരു ഇനീഷ്യൽ വിചാരിച്ച ഇനീഷ്യൽ ഒന്നും വന്നില്ല. എന്നാൽ തന്നെ അതിനൊരു പോസിറ്റീവ് റിവ്യൂ ആയിരുന്നു. ഡിലേ ആയിട്ടാണ് റിലീസ് ചെയ്തത്. അതെ, എന്നിട്ടും അത് ആ കണ്ടന്റ് നല്ലതായതുകൊണ്ട് അത് കയറി പോയതാണ്. പക്ഷെ ബ്ലാസ്റ്റ് ആണ് ആക്ച്വലി ഈ കൊല്ലത്തെ സർപ്രൈസ് ഹിറ്റ്. കേരളത്തിലും വന്ന് വലിയ ഹിറ്റ് അടിക്കുന്നു എന്ന് പറയുമ്പോൾ അതെ കാരണം ബ്ലാസ്റ്റിൽ ഒന്നുമില്ല, ഒരു സ്റ്റാർ വാല്യൂ ഇല്ലാത്ത കുറെ ആക്ടേഴ്സ് ഹു ആർ ഓൾറെഡി പാസ് ദർ പ്രൈം. ഒരു കരാട്ടെ ജോണർ, ആക്ഷൻ ജോണർ, അതിൽ ആക്ച്വലി ഒരു യാതൊരു എക്സ്പെക്ടേഷനും ആർക്കും തന്നെ ഉണ്ടായിരുന്നില്ല. അത് പ്യുവർ കണ്ടന്റ് ബേസ്ഡ് വിക്ടറിയാണ്. ആൻഡ് മേക്കിംഗ് മോസ്റ്റ്ലി മേക്കിംഗ് അതാണ് ആക്ച്വലി സർപ്രൈസ് ഹിറ്റ്. ഈ ബ്ലാസ്റ്റ് ആയാലും ഒരു സെക്കൻഡ് വീക്കിലൊക്കെ ആകുമ്പോൾ കൂടുതൽ തിയേറ്റേഴ്സിലൊക്കെ ഇരുന്നു. അത് ഇതിന്റെ ഒരു പോസ്റ്റ് റിലീസ് എൻക്വയറീസ് ഒക്കെ എങ്ങനെയായിരുന്നു? ഒരുപാട് സ്ക്രീൻസ് കൂട്ടാൻ നിങ്ങൾ തിയേറ്റേഴ്സ് ഓണർ തന്നെ ഇതിപ്പോ നാച്ചുറലായിട്ട് അന്ന് ബ്ലാസ്റ്റ് റിലീസ് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ സ്ക്രീൻ കൗണ്ട് വളരെ കുറവായിരുന്നു. ഇൻഫാക്ട് ഐ തിങ്ക് ബിലോ 100 ആദ്യത്തെ. അവർ തന്നെ ചോദിച്ചപ്പോൾ പറഞ്ഞത് സാറേ ചെറിയ തിയേറ്റർ ഉണ്ടെങ്കിൽ മതി, അങ്ങനെ പറഞ്ഞത്. ബിക്കോസ് അത്രയ്ക്കേ ഉള്ളൂ അതിൻ്റേത്. പക്ഷേ അത് റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നാച്ചുറലി എല്ലാ തിയേറ്ററും എടുത്ത് കളിക്കും. പിന്നെ ഇതിൻ്റെ ഫണ്ട് എന്താണെന്ന് വെച്ചാൽ മാക്സിമം ആ ഫസ്റ്റ് 2 വീക്സിൽ പ്രൊഡ്യൂസർക്കും നല്ലതാണ്, ഡിസ്ട്രിബ്യൂട്ടർക്കും തിയേറ്ററുകാർക്കും നല്ലതാണ്. ബിക്കോസ് യു ഹാവ് ടു ടേക്ക് ഇറ്റ് ഔട്ട് ഇൻ ദ ഫസ്റ്റ് 2 വീക്സ്. So the screen count increased. In fact, second week അത് actually more than double ആയി. Screen count almost doubled. പിന്നെ എല്ലാ ഷോ ഈ പറയുന്ന പോലെ ഒരു ഹൗസ് പാക്ഡ് ആയിട്ട് ഒരു സിനിമയും കൂടെ ആണല്ലോ. അതെ അതെ അതെ. മലയാളം തമിഴ് സിനിമകളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇപ്പം ഹോളിവുഡ് സിനിമകൾ അല്ലെങ്കിൽ ചൈനീസ് ജാപ്പനീസ് സിനിമകൾക്കും ഇന്ന് കേരളത്തിൽ വലിയ രീതിയിൽ റിസപ്ഷൻ കിട്ടുന്നുണ്ടല്ലോ. ഡീമൺ സ്ലെയർ പോലുള്ള ഒരു ജാപ്പനീസ് സിനിമ ഇവിടെ വന്ന് വലിയ രീതിയിൽ കളക്ട് ചെയ്യുന്നു. ഏർലി മോർണിംഗ് ഷോസ് അടക്കം വയ്ക്കുന്നു. ഇപ്പോ ഒബ്സഷൻ വലിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നു കേരളത്തിൽ. റീസെന്റ് ഈവിൾ ഡെഡ് വലിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നു. ഇനി അപ്പൊ ഈ ഹോളിവുഡ് സിനിമകൾ, ഇപ്പം ഹോളിവുഡ് സിനിമകൾക്ക് എന്നും കേരളത്തിൽ ഒരു മാർക്കറ്റ് ഉണ്ട്. ബട്ട് ഇപ്പൊ റീസെന്റ് അതിന് വലിയ രീതിയിൽ ഒരു പുഷ് കിട്ടുന്ന പോലെ തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഹോളിവുഡ് സിനിമകൾ ഈ കൊല്ലം പ്രത്യേകിച്ച് എടുത്തു പറയാൻ പറ്റുന്നൊരു ഇതാണ്. കാരണം ഈ കൊല്ലം ഇപ്പോൾ ഫസ്റ്റ് 6 months എടുക്കുകയാണെങ്കിൽ തന്നെ ഒരു 5-6 ഹോളിവുഡ് പടങ്ങൾ സൂപ്പർ ഹിറ്റ് ആയിട്ട്. സാധാരണ അങ്ങനെ വരാറില്ല. കൊല്ലത്തിലൊരു 2-3 ഒരു സൂപ്പർമാനോ സ്പൈഡർമാനോ ഒരു സ്റ്റാർ വാല്യൂ ഉള്ളത്. ഇതിൻ്റെ അകത്ത് കൂടുതലും കളക്ഷൻ വന്നിരിക്കുന്നത് സ്റ്റാർ വാല്യൂ ഇല്ലാത്ത പടം. ഇപ്പൊ ഡെവിൾ വെയർസ് പറാഡ പാർട്ട് 2, ഒബ്സഷൻ, പിന്നെ ബാക്ക് റൂംസ് എന്ന് പറഞ്ഞ ഒരുമാതിരി തിരക്കേടില്ലാണ്ട് മൾട്ടിപ്ലക്സിൽ നല്ല കളക്ഷൻ വന്നു. പിന്നെ കൂടുതൽ കളക്ഷൻ വന്നത് മൈക്കിൾ ആക്ച്വലി സൂപ്പർ ഹിറ്റ് ആണ്. ഒരു കോൺസേർട്ട് പോലെ ആയി തിയേറ്റർ. മാത്രമല്ല ഒരു മലയാള പടത്തിന്റെ കളക്ഷനാണ് ആ പടത്തിന് വന്നിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒരു ആക്ച്വലി ഹോളിവുഡിൽ കുറച്ച് മോശം ടൈമായിരുന്നു.
ഈ കൊല്ലം അത് നന്നായിട്ട് മേക്കപ്പ് ചെയ്തു. അപ്പൊ ഇന്നൊരു പറഞ്ഞ ഒരു ഹോളിവുഡ് സിനിമ ഇറങ്ങുമ്പോൾ തിയേറ്റർ ഓണർ അതിനെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത്? മീൻസ് ഒരു ഹൈപ്പ് ഇല്ലാത്ത സിനിമയാണെങ്കിലും ഒരു പ്രീ റിലീസ് ഹൈപ്പ് ഒക്കെ നോക്കിയാണോ അതിനെ ചാർട്ട് ചെയ്യുന്നത്? എങ്ങനെയാണ്? അല്ല, ഹോളിവുഡ് പടങ്ങൾ ഞങ്ങളൊക്കെ സ്ഥിരം ഹോളിവുഡ് കളിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഞങ്ങൾ എല്ലാ പടവും കളിക്കും. അതിൻ്റെ അകത്ത് കയറി ക്ലിക്കായ കയറി അത്രേ ഉള്ളൂ. ഇപ്പം ഈ ഹോളിവുഡിന്റെ കാര്യം പറയുമ്പോൾ ചോദിക്കേണ്ട 2 വലിയ റിലീസ് വരികയാണ് ഈ മാസം. നോളന്റെ ദി ഒഡീസിയും സ്പൈഡർമാനും. അപ്പൊ നോളൻ ഇന്ത്യയിലേക്ക് വരുന്നു, മുംബൈയിൽ വരുന്നു, സിനിമ പ്രൊമോട്ട് ചെയ്യുന്നു. സ്പൈഡർമാൻ ആണെങ്കിൽ വനിതാ വിനിതയില് എന്റെ ഫാൻ ഷോ വയ്ക്കുന്നത്, ടോം ഹോളണ്ടിനെ കൊണ്ട് ഇനാഗ്രേറ്റ് ചെയ്യിപ്പിക്കുന്നത്. ഇത് വലിയ രീതിയിലുള്ള ഒരു മാറ്റങ്ങളാണ് ഇപ്പൊ കേരള മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഒഡീസിയുടെയും സ്പൈഡർമാന്റെയും പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? കേരള മാർക്കറ്റ് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോ ഇന്ത്യൻ മാർക്കറ്റ് ഫോർ ദാറ്റ് ഹോളിവുഡ് ഈസ് ബിഗ്. ഇറ്റ് ഹസ് ബീൻ പ്രൂവ്ഡ് ഏർലിയർ ഓൾസോ. പക്ഷെ ഓഫ് ലേറ്റ് ഞങ്ങൾക്ക് പറയാമല്ലോ, ഇപ്പോൾ ഓപ്പൺ ഹൈമർ എന്ന് പറഞ്ഞൊരു പടം ഇന്ത്യയിൽ സൂപ്പറായിട്ട് കളക്ട് ചെയ്ത പടം. ഇൻഫാക്ട് ഒരു ടോപ്പ് 5 കൺട്രീസ് എടുത്ത് നോക്കിയാൽ ഇന്ത്യ അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഇന്ത്യ ഹാസ് എ ബിഗ് മാർക്കറ്റ് ഫോർ ഹോളിവുഡ് ഫിലിംസ്. ആൻഡ് ക്രിസ്റ്റഫർ നോളന് എനിക്ക് തോന്നുന്നു വിജയ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് അയാൾക്കാണ്. കാരണം ഒരു 3.5 മണിക്കൂർ സിനിമ, ഫുൾ ഡ്രാമ ഇവിടെ ഞങ്ങൾ 50 ദിവസം ഓടിയതാണ്. അതൊന്നും ഞങ്ങൾക്ക് ആക്ച്വലി ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. അത് അയാളുടെ ഒരു ക്രാഫ്റ്റിൻ്റെ ഒരു ക്വാളിറ്റിയാണ്. അതുകൊണ്ട് ഈ ഓഡിസിക്കും ഞങ്ങൾ നല്ലൊരു ഇത് എക്സ്പെക്ട് ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു ഏർലി മോർണിംഗ് ഷോ എന്തോ ഉണ്ടല്ലോ, 7 മണിക്ക് ഷോ എന്തോ. അതെ, ഇപ്പോൾ ആക്ച്വലി കുറച്ച് മെയിൻ തിയേറ്റേഴ്സിൽ ബുക്കിംഗ് കുറവാണ്. അത് കാരണം എന്താ വെച്ചാൽ അവർ ആദ്യം ഐമാക്സിനും വലിയ ഫോർമാറ്റിനും പ്രിഫറൻസ് കൊടുത്തു. അത് എന്തിനാണെന്ന് എനിക്കറിയില്ല, പക്ഷെ അതുകൊണ്ട് നല്ല പ്രവണതയല്ല. അതുകൊണ്ട് ആൾക്കാരൊക്കെ അങ്ങോട്ട് പോയി. സ്റ്റിൽ ഒരു നല്ല ഓപ്പണിംഗ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ സ്പൈഡർമാൻ്റെ കാര്യം എടുത്താലും, ഇപ്പോൾ സൂപ്പർ ഹീറോ സിനിമകളുടെ കാര്യം എടുത്ത് പോയി കഴിഞ്ഞാൽ കുറച്ച് കാലമായിട്ട് ഈ സൂപ്പർ ഹീറോ സിനിമകൾക്ക് വലിയ രീതിയിലുള്ള റിസപ്ഷൻ കിട്ടിക്കൊണ്ടിരുന്നില്ല. ഒരു ഡ്രോപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ സ്പൈഡർമാൻ്റെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള ഹൈപ്പാണ് ആ സിനിമയ്ക്ക് വരുന്നത്. മാർവലിലും എനിക്ക് തോന്നുന്നു വലിയ എക്സ്പെക്ടേഷന് ശേഷം കൊണ്ടുവരുന്ന ഒരു മാർവൽ സിനിമയും കൂടെയാണല്ലോ. സ്പൈഡർമാൻ എങ്ങനെയായിരിക്കും ഒരു ഓപ്പണിംഗും? സ്പൈഡർമാൻ്റെ ഓപ്പണിംഗ് അടിപൊളിയായിരിക്കും, ഹ്യൂജ് ഓപ്പണിംഗ് ആയിരിക്കും. ഈ സൂപ്പർ ഹീറോസ് 2 കാറ്റഗറിയിലുള്ള ഹോളിവുഡിൽ. DC-യുടെ സൂപ്പർ ഹീറോസും മാർവലിന്റെ മാർവലാണ് ടോപ്പിൽ നിൽക്കുന്നത്. മാർവലിന്റെ അവർക്ക് 10 സൂപ്പർ ഹീറോ ഉണ്ടെങ്കിൽ അതിൽ ഒരു 5 എണ്ണം സൂപ്പർ കളക്ഷൻ വരുന്ന ആൾക്കാരാണ്. ബാക്കി 5 എണ്ണം മാത്രമേ ഒരു ആവറേജ് വരുള്ളൂ. പക്ഷെ DC-ക്ക് അത്രയും ഒരു ട്രാക്ഷൻ ഇന്ത്യയിലില്ല. കാരണം ബാറ്റ്മാനൊക്കെ ഒരു മിക്സ്ഡ് റിവ്യൂസ് കിട്ടും. മാത്രമല്ല ഇപ്പൊ ഇറങ്ങിയ സൂപ്പർ ഗേളും ഫ്ലോപ്പ് ആയിരുന്നു. സൂപ്പർമാനിനേക്കാളും കൂടുതൽ ഫാൻസ് ഉള്ളത് സ്പൈഡർമാനാണ്. ഇപ്പൊ റീ റിലീസ് സിനിമകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഒരു ട്രെൻഡായിട്ട് മാറുകയാണല്ലോ. ആദ്യം തമിഴിലും തെലുങ്കിലും വന്നു, ഇപ്പോൾ മലയാളത്തിലും വലിയ രീതിയിൽ റീ റിലീസുകൾക്ക് സ്വീകാര്യതയുണ്ട്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഹാപ്പി അടക്കം വലിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട റീ റിലീസാണ്. അതേസമയം കിരീടം വന്നു, പക്ഷേ കിരീടത്തിന് മറ്റ് മോഹൻലാൽ സിനിമയ്ക്ക് കിട്ടിയ ആ ഒരു റിസപ്ഷൻ കിട്ടിയില്ല. എങ്ങനെയാണ് സാർ റീ റിലീസുകൾക്ക് തിയേറ്ററിൽ ഇപ്പോൾ കിട്ടുന്ന ഒരു റിസപ്ഷൻ? റീ റിലീസ് ഇപ്പോൾ ആകെ കളക്ഷൻ വന്നിരിക്കുന്നത് മോഹൻലാലിൻ്റെ ചിത്രങ്ങൾക്ക് മാത്രം. അതും ഒരു ഫൺ ബേസ്ഡ് എന്റർടൈനർ മാസ് സാധനത്തിന് ഒരു റീ റിലീസിന് വാല്യൂ ഉള്ളൂ. നേരെ മറിച്ച് ഇപ്പോൾ കിരീടം വൺ ഓഫ് ദ മോസ്റ്റ് ഐക്കോണിക് മൂവീസാണ്, അന്നത്തെ സൂപ്പർ ഹിറ്റാണ്. പക്ഷെ ആ ജോണർ ഇപ്പോഴത്തെ ജനറേഷനിൽ വർക്കൗട്ട് ആവില്ല. ഒരു സെലിബ്രേഷൻ അതാണ് ഈ ഹാപ്പി ഒക്കെ ഹിറ്റായത്. അങ്ങനത്തെ ഒരു സിനിമ റീമേക്ക് ചെയ്ത് റീമാസ്റ്റർ ചെയ്തിട്ട് റിലീസ് ചെയ്താലേ എന്തെങ്കിലും ഒരു ഇത് കിട്ടുള്ളൂ, ഒരു കളക്ഷൻ കിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആസ് എ തിയേറ്റർ ഓണർ, ഒരു സിനിമാ പ്രേമി എന്നുള്ള നിലയ്ക്കും ഇനി സാറിൻ്റെ ഒരു ഒപ്പീനിയനിൽ ഇനി റീ റിലീസ് ചെയ്ത് കാണാൻ ആഗ്രഹമുള്ള സിനിമ ഏതായിരിക്കും? അത് ഭയങ്കര ക്വസ്റ്റ്യനാണല്ലോ. ഇപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നു മോഹൻലാൽ തന്നെ വേണം. പേര് മറന്നുപോയി. അയാൾ മഞ്ജു വാര്യറായിട്ട് ആറന്തപുരം. അത് റീ റിലീസിൽ വലിയൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും. കാരണം അതിൽ നല്ല സീൻസ് ഉണ്ട്, നല്ല ഡയലോഗ്സും നല്ല മാസ് സീൻസ് ഉള്ള ഒരു പടമാണ്. അതിന് നല്ല സ്കോപ്പ് ഉള്ളതാണ്. എനിക്ക് നരസിംഹത്തിന് ഒരു ഭയങ്കര ഒരു സ്കോപ്പ് ഉണ്ടല്ലോ. നരസിംഹം റിലീസ് ചെയ്തില്ലേ? ഒരു ഒഫീഷ്യൽ റീ റിലീസ് ഉണ്ടായില്ലേ? ഫാൻ അല്ല, മറ്റേ രാവണപ്രഭുവാണ് റിലീസ് ചെയ്തത്. അതിന് തിരക്കില്ലാത്ത റിസപ്ഷൻ. ഇത് നരസിംഹത്തിനുണ്ട്, നല്ല ഇതുണ്ട്. 2020 ഒരു സ്കോപ്പ് ഉണ്ട്. അതെ, അത് നല്ല ഒരു പക്ക കമേഴ്ഷ്യൽ സിനിമ. അല്ലെ, ഇപ്പൊ പറഞ്ഞാൽ അതിന്റെ ഇന്റർവെൽ സീന് ഇന്ന് തിയേറ്ററിൽ കിട്ടുമ്പോൾ അതിന് കിട്ടുന്ന ഒരു ഹൈ ഉണ്ട്. അതെ തീർച്ചയായിട്ടും. അതോടൊപ്പം
ഇനി ബാക്കി റിലീസുകൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ജനനായകൻ വരുന്നു, കുഞ്ചാക്കോന്റെ ഉന്മാദം വരുന്നു, വിസ്മയ മോഹൻലാൽ ചിത്രം തുടക്കം വരുന്നു, സൂര്യ ചിത്രം വിശ്വനാഥൻ ആൻഡ് സൺസ് വരുന്നു. അപ്പൊ ഇനി അങ്ങോട്ടൊരു ഭയങ്കര പാക്ഡ് ആയിട്ടുള്ള റിലീസാണല്ലോ, എല്ലാ വീക്കിലും പ്രോമിനന്റ് ആയിട്ടുള്ള റിലീസുകളാണ് വരുന്നത്. ഈ ഒരു റിലീസുകളിൽ സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻ എങ്ങനെയാണ്? മീൻസ് സിനിമകളുടെ ഒരു വർക്കാവുന്ന കാര്യത്തിലാണ് എങ്ങനെയാണ്? അല്ല, ഇപ്പൊ ആക്ച്വലി ജൂലൈ മുതൽ ഡിസംബർ വരെ നല്ല ലൈനപ്പാണ്. അതായത് നല്ല സോളിഡ് പടങ്ങളല്ല. ഇപ്പൊ ടിക്കി ടാക്ക എടുത്തോളൂ, അല്ലെങ്കിൽ ബാച്ചിലർ പാർട്ടി 2, കോസ്മിക് സാംസൺ, എല്ലാം നല്ല ജോണറിലുള്ള നല്ല സ്കോപ്പുള്ള കമേഴ്ഷ്യൽ സക്സസ് ആവാൻ ചാൻസസ് കൂടുതലുള്ള പടങ്ങളാണ് ഇത്. വിജയ് സിനിമയിൽ നിന്ന് മാറുകയാണ്. അപ്പം ഒരു കേരളത്തില് ഒരു തിയേറ്ററിക്കൽ കളക്ഷൻ വലിയൊരു ചങ്ക് ഓഫ് കളക്ഷൻ കൊണ്ടുവന്നൊരു അന്യഭാഷ നടൻ കൂടെയാണ് വിജയ്. അപ്പൊ വിജയ് സിനിമയിൽ നിന്ന് മാറി ജനനായകൻ അവസാന പടം എന്നാണ് പറയുന്നത്. അത് തിയേറ്റർ ആണെന്നുള്ള നിലയ്ക്ക് എങ്ങനെയാണ്? അതൊരു വലിയ കളക്ഷന്റെ ഒരു നഷ്ടമല്ലേ വിജയ് സിനിമകളില്ലാതെ ആവുന്നത്? ഇവരൊക്കെ കുറച്ച് നാളത്തേക്ക് റിട്ടയർമെന്റ് ആണെന്ന് പറയും, പിന്നെ തിരിച്ചു വരും. മാത്രമല്ല, ഇപ്പൊ വിജയ് ഡിപ്പെൻഡ് ചെയ്തിട്ടല്ലല്ലോ ഇരിക്കുന്ന ഇൻഡസ്ട്രി. പുതിയ പിള്ളേർ വരും, വേറെ സൂപ്പർ സ്റ്റാർസ് ഇഷ്ടം പോലെ വരുന്നുണ്ട്. ലൈഫിൽ ഗോ ഓൺ. ഇപ്പം ഈ മാസം സാർ ഒരു കളക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ വലിയ പ്രതീക്ഷയിൽ വന്ന സിനിമയായിരുന്നു ഐ നോബഡി. ബട്ട് അത് എന്തോ പല കാരണങ്ങൾ കൊണ്ടും ആ സിനിമയ്ക്ക് പ്രതീക്ഷ ഒരു രീതിയിലുള്ള ഒരു കളക്ഷൻസോ അല്ലെങ്കിൽ പ്രതീക്ഷ ഒരു റിവ്യൂസോ അല്ല വരുന്നത്. അത് എന്തുകൊണ്ടാണ് സാർ? തിയേറ്റർ ഓണേഴ്സ് അതിൻ്റെ ഒരു അനാലിസിസ് എന്തായിരിക്കും? ഐ നോബഡി ആക്ച്വലി ഒരു ഷോക്കിംഗ് ഒരു ഇതായിരുന്നു, എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം കളക്ഷൻസ് സെക്കൻഡ് ഡേ മുതൽ അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അത് ഡ്രോപ്പ് ചെയ്തുകൊണ്ട് റിവൈവൽ വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ചാൻസ് ഓഫ് സർവൈവൽ സീറോ ആണ്. അത് എന്തുകൊണ്ടായിരിക്കും? ഒരു കാരണം എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നു ലെങ്ത് കണ്ടമാനം കൂടിപ്പോയി. സെക്കൻഡ് ഹാഫിൽ ഒരുപാട് ലാഗ് ഉണ്ട്. അത് ആക്ച്വലി ആൾക്കാരെ ടയർ ചെയ്തു. ഫസ്റ്റ് ഹാഫ് ഔട്ട്സ്റ്റാൻഡിങ്. ഫസ്റ്റ് 20 minutes ഔട്ട്സ്റ്റാൻഡിങ് ആണ് പടത്തിൽ, ഒരു സംശയമില്ല. വെരി വെൽ ടേക്കൺ. ഇന്റർവെൽ വരെ ഒരു ഫ്ലോ ഇല്ല, കുറച്ച് ലെങ്ത് കൂടുതലാണെന്ന് മാത്രം. പക്ഷെ സെക്കൻഡ് ഹാഫിൽ പടം വേറെ ഒരു ജോണർ ഷിഫ്റ്റ് വന്നു. അതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ അവർ പറയാൻ നോക്കി സെക്കൻഡ് ഹാഫിൽ. അതാണ് അതിൻ്റെ ഒരു ഫെയിലിയർ എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അതൊരു ഭയങ്കര ഒരു ഇൻഡസ്ട്രിക്ക് ഒരു ഷോക്കിംഗ് ഒരു ഇതാണ്, ഒരു എഫക്റ്റ്. അത് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ അന്യഭാഷ സിനിമ കൂടെയാണ് ജയിലർ 2 വരികയാണ്. ഇത് വലിയ കാശാണ്. ഒരു മലയാളികളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട്, ഒപ്പം ലാലേട്ടനും ഉണ്ട്. ജയിലർ 2 പ്രതീക്ഷകൾ എന്താണ്? ഇപ്പൊ എനിക്ക് ഒക്ടോബറിൽ അനൗൺസ് ചെയ്തു റിലീസ്. എന്താണ് അതിന്റെ പ്രതീക്ഷകൾ? ജയിലർ 2 ഇതായിരിക്കും, പാത്ത് ബ്രേക്കിംഗ് ഇനീഷ്യൽ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ജയിലർ 1 വലിയ ഒരു ഇതുണ്ടായിരുന്നു, കാരണം ബീസിന് ശേഷം വന്നൊരു സിനിമ. അതെ. അതുകൊണ്ട് നെൽസൺ ഇത്രയൊക്കെ അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്തു. അതുകൊണ്ട് അതിന് വലിയ ഒരു ഇനീഷ്യൽ ഉണ്ടെങ്കിൽ തന്നെ അമിത പ്രതീക്ഷ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ പടം അങ്ങോട്ട് കയറി സൂപ്പർ ഹിറ്റായി. ഇത് നേരെ ഓപ്പോസിറ്റാ. ഇതിനും ഭയങ്കര പ്രതീക്ഷയാണ്. അത് പ്രതീക്ഷ എന്താ പറയാ, സസ്റ്റെയിൻ ചെയ്യണം. അതൊരു ഭയങ്കര കേരളത്തിൽ എനിക്കൊന്നും ഒരു 60 crore എന്തോ എടുത്തല്ലോ ഫസ്റ്റ് പാർട്ട്. അപ്പൊ ഇതില് ഒരു 100 crore ഒക്കെ പ്രതീക്ഷിക്കാലോ, കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഇപ്പോൾ ഒരു പൊതുവെ കാണുന്ന ഒരു നെഗറ്റീവ് കാര്യം കൂടിയാണ്. അത് ഒരു സിനിമ ഇറങ്ങുന്ന സമയത്ത് അത് സിനിമ ഇറങ്ങി ഫസ്റ്റ് ഡേ തന്നെ അതിൻ്റെ നിർണായകമായ പല സീനുകളും ഇൻസ്റ്റഗ്രാം റീല് വഴി വലിയ രീതിയിൽ ഷെയർ ചെയ്യപ്പെടുന്നു. പ്രത്യേക തമിഴ് സിനിമകളായിക്കോട്ടെ, മറ്റു പല സിനിമകളായിക്കോട്ടെ, പലപ്പോഴും ഈ ഇൻസ്റ്റഗ്രാം റീല് വഴി ഇത് വലിയ രീതിയിൽ ഷെയർ ചെയ്യുന്നു. ഈ ഒരു മോശം പ്രവണത അത് എങ്ങനെയാണ് സാർ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നൊരു? ഇത് വളരെ ഡിഫിക്കൽട്ടാണ് ഇത് പ്രിവെന്റ് ചെയ്യാൻ. കാരണം ഇപ്പോൾ ഒരു ഷോ ഫുള്ളാണെങ്കിൽ എല്ലാവരുടെയും കയ്യിൽ ഫോണുണ്ട്. അവർ അത് വെച്ച് എന്താ ചെയ്യണേ, അവർ അത് വെച്ച് ഷൂട്ട് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നൊന്നും ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. പിന്നെ എപ്പോൾ നോക്കിയാലും ആൾക്കാർ ഇങ്ങനെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് സിനിമ നല്ലതാണെങ്കിൽ അത് പോസിറ്റീവായിട്ട് വരും. പക്ഷേ സിനിമ മോശം അഭിപ്രായമാണെങ്കിൽ ഈ ക്ലിപ്സുകളൊക്കെ നെഗറ്റീവായിട്ട് വരും. അത് എങ്ങനെ അത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. പക്ഷെ അത് ഇറ്റ്സ് ഡിഫിക്കൾട്ട്. പൂർണ്ണമായിട്ട് അത് അവോയ്ഡ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഒരു വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഇപ്പോൾ 2026 6 മാസം കഴിഞ്ഞു. ഇനിയുള്ള 6 മാസം സാറിന് പ്രതീക്ഷയിലുള്ള സിനിമകൾ ഏതൊക്കെയാണ്? എല്ലാം പ്രതീക്ഷയുള്ള പടങ്ങളാണ്. ഇൻഫാക്ട് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു മാസം വെച്ചിരിക്കുന്ന പടങ്ങൾ എല്ലാം തന്നെ ഒരു നല്ല, ഞാൻ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ ഇതിൻ്റെ കാര്യം, ടൈറ്റൻസിൻ്റെ കാര്യം. അത് നല്ലൊരു സബ്ജക്റ്റാണ്.
അപ്പോൾ ഈ ചെറിയ പടങ്ങളുണ്ട്, വലിയ സൂപ്പർ സ്റ്റാർ പടങ്ങളുണ്ട്. പക്ഷേ അതിൽ കൂടുതലും കളക്ഷൻ വരാൻ പോകുന്നത് ചെറിയ പടങ്ങൾക്കാണ്. ഇപ്പോൾ ഉന്മാദം തന്നെ എടുത്തോളൂ, അത് നല്ല സാധനമായിരിക്കും. നല്ലൊരു പ്രതീക്ഷയുള്ള ഷാഹി കബീർ കോംബോ വരുന്ന നല്ലൊരു, അതൊരു വേറൊരു ഒരു ചെറിയൊരു ഹോറർ ജോണറുള്ള നല്ല ഇതായിരിക്കും. അത് നല്ല സിനിമയായിരിക്കും. അത് നല്ല പ്രതീക്ഷയുള്ള ഇതാണ്. അപ് ടു ഡിസംബർ നല്ല ലൈനപ്പാണ്. എന്തായാലും ഐ തിങ്ക് ഇറ്റ് ബി ബെറ്റർ ദാൻ ദ ഫസ്റ്റ് ഹാഫ്. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെ ഒരു വലിയ കളക്ഷൻസ് ഒക്കെ തന്നെ ഉണ്ടാവട്ടെ. ഈ പറഞ്ഞ പോലെ എല്ലാ സിനിമകളും വിജയിക്കട്ടെ. തീർച്ചയായിട്ടും. താങ്ക് യു.